ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കാണിക്കുന്നത് ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയാണ്. പലരും പല രീതിയിലാണ് മെഴുക്ക് പുരട്ടി ചെയ്യാറുള്ളത്. ഇത് ഞാൻ ചെയ്യുന്ന രീതിയാണ്. നിങ്ങൾ ഇങ്ങനെയല്ല ചെയ്യുന്നെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലൊന്ന് ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടി എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഞാൻ ഒരു കടായി വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. ഇനി 9-10 വെളുത്തുള്ളിയാണ് നല്ലവണ്ണം ചതച്ച് ചേർക്കണം. ഒരേ ഒരു പച്ചമുളക് ഒന്ന് കീറിയിട്ടിട്ടുണ്ട്. ഇനി 3/4 സ്പൂണോളം മുളക് ചതച്ചത്, ചില്ലി ഫ്ലേക്സ് അതോടെ ചേർക്കുക. ഇനി ഒരു കുറച്ച് സെക്കൻഡുകൾ മാത്രം ഒന്ന് ഇളക്കിയെടുക്കണം. ആ മുളക് ചതച്ചൊന്ന് മുരിഞ്ഞാൽ മാത്രം മതി. അത് കരിഞ്ഞു പോരുത്. തീ അല്പം ഒന്ന് കുറച്ച് വെച്ച് ഇളക്കിയെടുക്കുക. ഇനി സവാള, വലിയൊരു സവാള ചേർക്കുക. സവാളയ്ക്ക് പ്രത്യേക അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാവുന്നതാണ്. സവാള ഇനിയൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാടൊന്നും വഴറ്റിയെടുക്കണ്ട, ഒന്ന് വാടി കിട്ടിയാൽ മതി. സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിൽ ചേർക്കേണ്ടത് വലിയ 2 ഉരുളക്കിഴങ്ങ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൂടി ചേർക്കുക. ഒരുപാട് കനത്തിലല്ല, ഇതേ അളവിൽ അരിഞ്ഞു ചേർത്തിട്ടുണ്ട്. ഇനി ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ ഇത്ര അളവ് സവാള ചേർക്കണമെന്നോ ഉരുളക്കിഴങ്ങ് ചേർക്കണമെന്നോ ഒന്നുമില്ല. സവാള ഉരുളക്കിഴങ്ങ് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. ചിലർക്ക് സവാള ഏറെ മെഴുക്ക് പുരട്ടിക്കകത്ത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചേർക്കാം. നന്നായിട്ട് സവാളയൊക്കെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. കൂടെ തന്നെ ഞാനൊരല്പം കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് ചേർക്കുമ്പോൾ മെഴുക്ക് പുരട്ടിക്ക് ഒരു ഓറഞ്ച് ചേർന്ന ഒരു മഞ്ഞ കളർ കിട്ടുകയും ചെയ്യും, ടേസ്റ്റുമാണ്. ഇനി ഇത് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്തിട്ടുണ്ട്. കുറച്ചേറെ കറിവേപ്പിലൂടെ ചേർക്കുക. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ പൊടിയൊക്കെ ഒന്ന് ചൂടാകട്ടെ ചെറുതായിട്ട്. ഒരുപാട് നേരമൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് പൊടിയൊക്കെ ഒന്ന് ചൂടാവുന്ന രീതിയിലൊന്ന് മിക്സാക്കി എടുത്താൽ മതി. ഉപ്പൊക്കെ നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയിട്ടുണ്ട്. ഇനി ഒരേ ഒരു തവി വെള്ളമാണ്, അതൊന്ന് തളിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് നോൺ സ്റ്റിക്ക് പാത്രമായത് കാരണം വെള്ളം തളിക്കാതെ തന്നെ നല്ലവണ്ണം വെന്ത് കിട്ടും. പക്ഷേ ഉരുളക്കിഴങ്ങിന് കുറച്ച് ടേസ്റ്റും ഒന്ന് സോഫ്റ്റായിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടി കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞുവല്ലോ, ഞാൻ ചെയ്യുന്ന രീതിയാണിത്. വെള്ളം ഒന്ന് തളിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ഒന്ന് മൂടി വയ്ക്കുകയാണ്. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും തട്ടിപ്പൊത്തിട്ട് മൂടി വയ്ക്കുക. ഇത് നന്നായിട്ട് വേകുന്നിടം വരെ മൂടി വയ്ക്കുകയാണ്. വെള്ളം തളിച്ച് വെക്കുന്നത് കാരണം ഉരുളക്കിഴങ്ങിനകത്തോട്ട് പെട്ടെന്ന് തന്നെ ഉപ്പും മുളകും ഒക്കെ നല്ലവണ്ണം പിടിച്ച് കിട്ടുകയും ചെയ്യും. അതായത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അകത്തുള്ള വെള്ളമയൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അതുവരെ മൂടി വെച്ച് വേവിക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. കടുക് പൊട്ടിക്കാനായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചത്. ലാസ്റ്റിൽ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലവണ്ണം കൂട്ടി ഇളക്കി യോജിപ്പിക്കുക. ഇങ്ങനെ വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കൂടിയാണ്. കറിവേപ്പില ഏറെ ഇഷ്ടമുള്ളവർ ലാസ്റ്റിലും കുറച്ച് വെളിച്ചെണ്ണയുടെ കൂടെ തന്നെ കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് കൂട്ടി ഇളക്കിയെടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. ഇത് നന്നായിട്ട് വെന്ത് തന്നെ ഇരിക്കുകയാണെങ്കിൽ ഇതിലും കുഴച്ചെടുക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് നേരം കൂടെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ഇതൊന്നൊന്നേ തൊടാതാണ് ഇപ്പം പാകത്തിന് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്ന പോലെ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷനൊന്നും ഓണാക്കിയിടാനും മറക്കല്ലേ. അപ്പോഴാണ് പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം എത്തുക. ഇതുവരെ തന്ന സപ്പോർട്ടിൽ ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ
താങ്ക്സ് ഫോർ വാച്ചിങ്.